ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഈ ചിത്രവും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, ദ ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക് ഏരിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ടോപ്പിക് ഏരിയ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ഇതിന്റെ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഫ്രം 1914 ടു 1918. ഓക്കെ, അതായത് 1914 മുതൽ 18 വരെയുള്ള ടൈം പീരീഡിലാണ് എന്ത് നടന്നത്, ഈ ഫസ്റ്റ് വേൾഡ് വാർ നടന്നത്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് വേൾഡ് വാർ നടക്കാൻ വേണ്ടി ഒരുപാട് കോസസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് എത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ നമുക്കിവിടെ പഠിക്കാം. ഓക്കെ, അതെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം ഇംപീരിയലിസ്റ്റ് റൈവലറി, അതായത് സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കിടയിലുള്ള മത്സരം. ഓക്കെ, അതാണ് ഫസ്റ്റ് റീസൺ എന്ന് പറയുമ്പം. സെക്കൻഡ്ലി എന്താണ്, എക്സ്ട്രീം നാഷണലിസം അല്ലെങ്കിൽ തീവ്ര ദേശീയത, അതൊരു സെക്കൻഡ് റീസൺ ആണ്. തേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ്, അതായത് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദാറ്റ് ഇസ് പെട്ടെന്നുള്ളൊരു കാരണം, അതായത് ഈ ഫസ്റ്റ് വേൾഡ് വാർ സംഭവിക്കാൻ വേണ്ടി ഒരു പെട്ടെന്നൊരു സഡൻ റീസണും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ലോക രാജ്യങ്ങൾക്കിടയിലുള്ള ചെറിയ ഫൈറ്റിങ്സ്. അപ്പം ഇത്രയും 4 കാരണങ്ങളാണ് എന്ത്, ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ് ഇത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപീരിയലിസ്റ്റ് റൈവലറി ആണ്, അതായത് സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കിടയിലുള്ള മത്സരം. ഓക്കെ, ജർമനീസ് അൺപ്രസിഡന്റ് പ്രോഗ്രസ് ഇൻ എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് കോസ് കൺസേൺ ഫോർ ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. ഓക്കെ, അതായത് വ്യാവസായിക മേഖലയിലും അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയിലും ജർമ്മനിക്ക് പെട്ടെന്നുണ്ടായ വളർച്ച ആർക്ക് ടെൻഷൻ ഉണ്ടാക്കി, ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഒരു ടെൻഷൻ ഉണ്ടാക്കി. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ്ലി ഏഷ്യ ആഫ്രിക്ക വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ആ ഒരു ടൈം പീരീഡിൽ ഈ ഏഷ്യയും ആഫ്രിക്കയും ആരുടെ അണ്ടറിലായിരുന്നു, ഈ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ജർമ്മനി ടേൺ ഇറ്റ് ഫോക്കസ് ടുവേർഡ്സ് എ റീജിയൻ അണ്ടർ ദ ഓട്ടോമാൻ എംപയർ. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, ഈ ഏഷ്യയും ആഫ്രിക്കയും ആരുടെ അണ്ടറിലാണ്, ഈ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അണ്ടറിലാണ്. അപ്പൊ ഈ ജർമ്മനി എന്ത് ചെയ്തു, ജർമ്മനി അവര് ഓട്ടോമാൻ എംപയറിലേക്ക് അവരുടെ പവർ, അല്ലെങ്കിൽ ഓട്ടോമാൻ എംപയറിലേക്ക് അവരുടെ പവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. ഓക്കെ, അതായത് ജർമ്മനി ടേൺ ഇറ്റ് ഫോക്കസ് ടുവേർഡ്സ് റീജിയൻ അണ്ടർ ദ ഓട്ടോമാൻ എംപയർ. ഓക്കെ, to achieve this they planned the construction of Berlin-Baghdad railway line. Okay, അപ്പം ഓട്ടോമാൻ എംപയർ പിടിച്ചെടുക്കാൻ വേണ്ടി ജർമ്മനി എന്ത് ചെയ്തു, ജർമ്മനി ഹാസ് മെയ്ഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ബെർലിൻ-ബാഗ്ദാദ് റെയിൽവേ ലൈൻ. ഓക്കെ, ബെർലിൻ-ബാഗ്ദാദ് റെയിൽവേ ലൈൻ എന്ത് ചെയ്തു, അവർ കൺസ്ട്രക്ട് ചെയ്തു. എന്തിനു വേണ്ടി, ലൈക്ക് ഈ ജർമ്മനിക്ക് ഓട്ടോമാൻ എംപയറിനായിട്ട് ഒരു പവർ, അല്ലെങ്കിൽ അവരെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു റെയിൽവേ ലൈൻ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, കൺസ്ട്രക്ട് ചെയ്ത ജസ്റ്റ് പ്ലാൻഡ്. ഓക്കെ, and nextly this project alarmed England, France and Russia as they feared that it could threaten the security of their territories. അപ്പം ഈ ഒരു കാര്യം, ഈ ജർമ്മനിയുടെ ഈ ഒരു മുന്നേറ്റം ആർക്കൊക്കെ ടെൻഷൻ ഉണ്ടാക്കി, അതായത് ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് റഷ്യകൾക്കിടയിൽ ഒരു ടെൻഷൻ ഉണ്ടാക്കി. അതായത് ഇവർ ഓട്ടോമാൻ എംപയർ പിടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ ടെറിട്ടറിയും കയ്യേറുമോ എന്നുള്ളൊരു ഭയം ആർക്കുണ്ടാക്കി, ഈ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും റഷ്യയ്ക്കും ഉണ്ടാക്കി. ഓക്കെ, കോൺസിക്വന്റ്ലി ടെൻഷൻസ് ആൻഡ് ഹോസ്റ്റിലിറ്റീസ് ബിഗെയിൻ ടു എസ്കലേറ്റ് എമംഗ് ദിസ് നേഷൻസ്. ഓക്കെ, അങ്ങനെ ഈ ഒരു ടെൻഷൻസും അതുപോലെ ഈ ജർമ്മനിയുടെ മുന്നേറ്റവും പ്ലാനിങ് ഒക്കെ കണ്ടിട്ട് ഈ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും റഷ്യക്കൊക്കെ ടെൻഷൻ ആവുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു സിറ്റുവേഷൻ വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കാൻ കാരണമായി. ഇതാണ് നമ്മളെ ഫസ്റ്റ് റീസൺ എന്ന് പറയുമ്പോൾ. ഓക്കെ, നൗ ദ സെക്കൻഡ് വൺ ഈസ് എക്സ്ട്രീം നേഷണലിസം. ഓക്കെ, അതായത് ഈ ഒരു ടൈം പീരീഡിലായിരുന്നു ഈ നേഷണലിസം അല്ലേ, അല്ലെങ്കിൽ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെ ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈം പീരീഡിൽ ഇത് എന്തിനു കാരണമായി, ജനങ്ങൾക്കിടയിൽ എക്സ്ട്രീം നേഷണലിസം. ഓക്കെ, നാഷണലിസം കുഴപ്പമില്ല, ആൾക്കാർക്ക് വേണ്ട ഒരു തോട്ടാണ്, പക്ഷേ എക്സ്ട്രീം നാഷണലിസം എന്ന് പറയുന്നത് എന്താണ്, അത് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയേ ചെയ്യുള്ളൂ. ഓക്കെ, എക്സ്ട്രീം നാഷണലിസം റെഫേഴ്സ് ടു ഇന്റൻസ് ആൻഡ് ഇമോഷണൽ ഡിവോഷൻ ടു വൺസ് ഓൺ കൺട്രി. ഓക്കെ, അതായത് നമ്മുടെ സ്വന്തം രാജ്യത്തിനോടുള്ള അമിതമായ ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതായത് നമ്മൾ അതിന്റെ മഹത്വം, അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യാണ്, എക്സസീവായിട്ട് ഗ്ലോറിഫൈ ചെയ്യാണ്. അതായത് നമ്മൾ അതിന്റെ മഹത്വം ഒക്കെ തന്നെ ഒരുപാട് കൊട്ടിഘോഷിച്ച് നടക്കുന്നു. അതുപോലെ നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത്, ഇത്തരത്തിലുള്ള ചിന്താഗതിയൊക്കെ തന്നെ എന്ത് ചെയ്തു, ആൾക്കാർക്കിടയിൽ വളർന്നു വരാൻ തുടങ്ങി. ഓക്കെ, മെനി നേഷൻസ് ആർഗ്യൂഡ് ദാറ്റ് റീജിയൻസ് ഇൻഹാബിറ്റഡ് ബൈ എ പെർട്ടിക്കുലർ റേസ്
റൈറ്റ്ഫുള്ളി ബിലോങ് ടു എ റേസ് അലോൺ. ഓക്കെ, അതായത് ഒരു വംശത്തിൽപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ, ഓക്കെ, ആ പെർട്ടിക്കുലർ ഏരിയ അത് തങ്ങളുടേതാണെന്ന വാദം എന്ത് ചെയ്തു പല രാജ്യങ്ങളും മുന്നോട്ട് വെച്ചു. ഓക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഈ എക്സ്ട്രീം നേഷണലിസത്തിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടായി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ് ആണ്, അതായത് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. അതാണ് അടുത്തൊരു റീസൺ എന്ന് പറയുമ്പോൾ. അപ്പം പ്രധാനപ്പെട്ട രണ്ട് അലയൻസസ് ആയിരുന്നു അന്ന് സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ട്രിപ്പിൾ അലയൻസ് അഥവാ ത്രികക്ഷി സഖ്യം. അതിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ഓക്കെ, ഇവരൊരു സഖ്യവും അറ്റ് ദ സെയിം ടൈം ഓപ്പോസിറ്റ് സൈഡിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഓക്കെ, അപ്പം ഇവർ തമ്മിലായിരുന്നു മെയിൻ ആയിട്ട് എന്തുണ്ടായിരുന്നത്? ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായിരുന്നത്. ഓക്കെ, ലൈക്ക് രണ്ട് യൂറോപ്യൻ നേഷൻസ് ഒക്കെ രണ്ട് ഗ്രൂപ്പായി മാറുകയാണ്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രിപ്പിൾ അലയൻസും, അതായത് ത്രികക്ഷി സഖ്യം. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, അതുകൂടാതെ തന്നെ ഇറ്റലിയും. സെക്കൻഡ് ഗ്രൂപ്പ് ആയത് ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് റഷ്യ. ഓക്കെ, ഇനി നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പെട്ടെന്നുള്ള കാരണം. അതും കൂടെ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഓസ്ട്രിയൻ കിരീടാവകാശിയ ഫ്രാൻസിസ് ഫെർണാണ്ടസ് ബോസ്നിയൻ തലസ്ഥാനമായ സരോജോയിൽ വെച്ച് ഒരു സെർബിയൻ യുവാവായ ഗവേലിയോ പ്രിൻസിപ്പ് വെടിവെച്ചു കൊന്നു. ഓക്കെ, ഈ ഒരു റീസൺ എന്തായി? പെട്ടെന്ന് ആൾക്കാർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാക്കി. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ്ലി എന്ത് സംഭവിച്ചു? ഓൺ 28 ജൂലൈ 1914 ഓസ്ട്രിയ ഡിക്ലെയർ വാർ ഓൺ സെർബിയ. ഓക്കെ, ഇതായിരുന്നു എന്ത് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാവാൻ ഉള്ള മറ്റൊരു കാരണം എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന സമയത്ത് വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ എഫക്ട്. ഓക്കെ, ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു, അല്ലെ ജനങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടെന്നും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ് ലോസ് ദെയർ ലൈവ്സ്. ഓക്കെ, അതായത് ഒരുപാട് സൈനികർക്കും സാധാരണ ജനങ്ങൾക്കും എന്ത് ചെയ്തു? ജീവഹാനി സംഭവിച്ചു. ഓക്കെ, പലരും എന്താണ്? നിരപരാധികളാണ്, ഒരു കുറ്റം ചെയ്യാത്ത ആൾക്കാരാണ്. ഓക്കെ, എന്നിരുന്നാൽ കൂടി ഒരുപാട് സാധുജനങ്ങളുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു. ഓക്കെ, സെക്കൻഡ്ലി എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ വാസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ് ഓർ ഡിവാസ്റ്റേറ്റഡ്. ഓക്കെ, അതായത് നമ്മുടെ വ്യവസായിക കാർഷിക സെക്ടർ ഒക്കെ തന്നെ എന്ത് ചെയ്തു? മേഖലകളൊക്കെ തന്നെ എന്ത് തകരാൻ തുടങ്ങി. ഓക്കെ, ലൈക്ക് ആൾക്കാരൊന്നും അതിൽ ജോലി ചെയ്യുന്നില്ല, ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, മൊത്തം യുദ്ധം, കാര്യങ്ങൾ, പൈസയില്ല, അങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ കാർഷിക വ്യവസായ മേഖലയൊക്കെ തന്നെ തകരുവാൻ തുടങ്ങി. നെക്സ്റ്റ് എന്ത് ചെയ്തു? മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഡിക്ലൈൻ ഓഫ് യൂറോപ്യൻ ഗ്ലോബൽ ഡോമിനേഷൻ, അതായത് യൂറോപ്യൻ മേധാവിത്വം എന്ത് ചെയ്തു? അതായത് ലോകം മൊത്തം ഈ യൂറോപ്യൻ ഡോമിനൻസ് നമുക്ക് ആ കാലഘട്ടം വരെ കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്ത് ചെയ്തു? അത് പതിയെ കുറഞ്ഞു വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഗെയിൻഡ് മൊമാൻറ്റം. അതായത് നമുക്കറിയാം ഈ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഏഷ്യ ആഫ്രിക്ക ആ കാലഘട്ടത്തിൽ ആര് അണ്ടറിലായിരുന്നു? ഈ ഫ്രാൻസിന്റെയും അതുപോലെ തന്നെ ബ്രിട്ടീഷിന്റെയും അണ്ടറിലായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് ഈ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ജനങ്ങൾ ഓക്കെ ഈ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ന്യൂസ് ഒക്കെ കേട്ട സമയത്ത് അവർ കുറച്ച് മോട്ടിവേറ്റഡ് ആയി. ഓക്കെ, അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്തു? ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ തന്നെ ഒരുപാട് ഫ്രീഡം മൂവ്മെന്റ്സ് ഇവർ ഓർഗനൈസ് ചെയ്തു. അത് പോപ്പുലാരിറ്റി കിട്ടാനും തുടങ്ങി. ഓക്കെ, അത് ശക്തിപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്ത്? ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻ. ഓക്കെ, ലീഗ് ഓഫ് നേഷൻ ഫോം ചെയ്തു. ഓക്കെ, അത് നിങ്ങൾ എന്തായിട്ടും ഓർത്ത് വെക്കുക. അതായത് സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം. ഓക്കെ, അതായത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം പീസ് അറ്റൈൻ വേണ്ടി, സമാധാനം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് ഫോം ചെയ്തത്? ലീഗ് ഓഫ് നേഷൻ ഫോം ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റലി, ജർമ്മനി ആൻഡ് സ്പെയിൻ ട്രാൻസിഷൻ ടു ടോട്ടാലിറ്റേറിയൻ റെജിംസ്. ഓക്കെ, അതായത് ഇറ്റലി ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, അവിടെ എന്ത് സംഭവിച്ചു? ടോട്ടാലിറ്റേറിയസം അവിടെ സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അവിടുത്തെ സിസ്റ്റമും ഭരണ സംവിധാനവും മാറി. ഓക്കെ, അതാണ് എന്ത് ഇതിന്റെ പ്രധാനപ്പെട്ട ഇമ്പാക്ട്സ് എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിന്റെ കോസസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഫസ്റ്റ് വേൾഡ് വാർ നടക്കാനിടയായ പ്രധാനപ്പെട്ട കാരണങ്ങളും അതിനുശേഷം നമ്മൾ ഇതിന്റെ ഇമ്പാക്ട്സുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള വീഡിയോസ് ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യുന്നതായിരിക്കും? അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.